ഹായ് ഓൾ. ശ്വാസം അടക്കി പിടിച്ചാണ് ഈ ഒരു വീഡിയോ കണ്ടു തീർത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ കുറച്ച് 2 ദിവസമായിട്ട് ഭയങ്കരമായ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയുള്ളൂ. പല സ്ഥലങ്ങളിലും വളരെ വലിയ രീതിയിലുള്ള വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഒരു മലവെള്ളപ്പാച്ചിലിനകത്ത് ഒരു കാറിലകപ്പെട്ട കുറച്ച് ആളുകൾ ആ ഒരു വെള്ളത്തിൽ ഒലിച്ചു പോയി. സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു ആൾ ആ കാറിനകത്ത് അകപ്പെട്ട ആൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ആ ഒരു JCB ഡ്രൈവർ പോയവർ നിങ്ങൾ കണ്ടു നോക്കും. ഫുൾ ആളുകൾ ആ ഒരു എന്താ പറയുക JCBയുടെ കയ്യിലേക്ക് പൊന്തിച്ചു. പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ട് പൊന്തിക്കാൻ പറ്റാതെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എന്താക്കി അത് പൊന്തിക്കുക. ആ ഒരു സമയത്ത് വളരെ ശക്തിയിൽ വെള്ളം വന്നിട്ട് ആ ഒരു വണ്ടിയുടെ ഫുള്ളായിട്ട് ആ ഒരു വണ്ടിയിലേക്ക് തങ്ങി നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇപ്പം ആ ഒരു മൊത്തം വണ്ടി അടക്കം വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന എന്താ പറയുക, ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ആ ഒരു ടെൻഷനായി. പക്ഷേ ലാസ്റ്റിൽ അദ്ദേഹം അത് വിജയകരമായ ആ ഒരു വെള്ളത്തിൽ നിന്നും പുറകോട്ട് ആ ഒരു വണ്ടി എടുത്ത് അവരെ വളരെ സേഫായിട്ട് അവരെ എന്തായി കരയിലെത്തിച്ചു. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു മനക്കെട്ടിയോ അദ്ദേഹത്തിൻ്റെ ഒരു മനതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും അതാണ് അവരെ ആ ഒരു കരയിൽ എത്തിക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഈ ഒരു വെള്ളത്തിനിടയിൽ ആ ഒരു വണ്ടി കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു എന്താ പറയുക ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമായത് അല്ലേ. അല്ലാതെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇത്രയും വെള്ളത്തിനകത്ത് ഇത്രയും മനക്കെട്ടിയും മനോധൈര്യം ഇല്ലാതെ ഒരിക്കലും അവർ രക്ഷിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. വളരെ എന്താ പറയുക ശക്തമായ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വണ്ടീനകത്തിനാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പുറത്തേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. വളരെ ചെറിയ വെള്ളക്കെട്ടാണെങ്കിൽ പോലും പരിചയമുള്ള റോഡാണെങ്കിൽ പോലും അതിലൂടെ ഇറക്കി പോകാതിരിക്കുക. അതിലെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ആർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കട്ടെ. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ.